ഇനി എങ്ങോട്ടാ പോണേ നമ്മള്? വീട്ടിൽ പോവാ. ഇസാനുണ്ട് ന്യൂ ഹെയർ സ്റ്റൈൽ. ഇത് എന്ത് ഹെയർ സ്റ്റൈൽ ഇസാൻ പറയോ? കോഴി ഹെയർ സ്റ്റൈൽ അല്ലേ? ഇതൊക്കെ എന്താ സംഭവം? ബാർബിക്യൂ. എല്ലാവരും Anianu family, Shabna family, all are coming, so we are having a barbecue night. Barbecue. അപ്പോൾ ഇന്ന് ഫാമിലി ഗെറ്റ് ടുഗദറാ അല്ലേ? അതെ. ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കിയിട്ട് ബട്ടർ സ്കോച്ച് കേക്ക് ഞാൻ എടുക്കട്ടെ, പാക്ക് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് ബട്ടർ സ്കോച്ച് കേക്ക്. ടേസ്റ്റ് എന്താ ഞാൻ അവർ തിന്നിട്ട് പറയുള്ളൂ ഇങ്ങനെ ടേസ്റ്റ്. രാത്രി ഉണ്ടാക്കിയ കേക്കാണ്. ഇത് പാക്ക് ചെയ്യാം അല്ലേ? എന്താ ചെയ്യുന്നത്? What are you doing? I am just sitting here. Today we are making chicken. ഞാൻ അവിടെ എത്തുമ്പോൾ മെൽറ്റ് ആവോ ഒരു ഐഡിയ ഇല്ല. ടേസ്റ്റിലാണ്. താൻ്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കണം, ഓൺലൈൻ ക്ലാസ്. ഇപ്പോൾ ഡാൻസ് ക്ലാസ്സാണ്, സാറ്റർഡേ സ്പെഷ്യൽ ക്ലാസ്സാണ്. ക്ലാസ് നോക്കട്ടെ താനിയ. അടിപൊളി. അത് അലിഞ്ഞു പോയേക്കാ. അമൻ അമൻ അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ആണ് പത്തിരിയും മുട്ടക്കറി. അപ്പോൾ നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല വിശപ്പ് ചെയ്യുന്നു. ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ രാവിലെ കേക്കിൻ്റെ ബാക്കി പീസസൊക്കെ ആയിരുന്നു, അതൊക്കെ കഴിച്ചിട്ടാണ് വന്ന്. ചായക്ക് കുടിച്ചിട്ട് ലൈറ്റ് ചായക്ക് കുടിച്ചിട്ടാണ് വന്ന്. അപ്പോൾ പത്തിരി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത്. അപ്പോൾ നല്ല ടേസ്റ്റിലെ പത്തിരിയും പിന്നെ മുട്ടക്കറി കഴിക്കാണ്. അമനു പത്തിരി തിന്നോ? അവൻ പത്തിരി തിന്നോ? തിന്നോ? അപ്പോൾ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് ലേറ്റായി. അപ്പോൾ ഇതാ ഇവിടെ ഭയങ്കര വലിയ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പെയിൻറ്റിങ്. അടിപൊളി വലിയ കൂട്. ലവ് ബേർഡ്സ്.
ആറില്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതൊക്കെയാണ് അതിൻ്റെ ഐറ്റംസ്. അപ്പോൾ നെക്സ്റ്റ് ബാർബിക്യൂ മസാല ഒന്ന് ഞാനും മോളിയും ഒന്ന് റെഡിയാക്കാൻ പോവാണ്. കട്ട് ചെയ്തിട്ട് ചിക്കനും ഫിഷൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള മസാല പെട്ടെന്ന് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കണം. ഇവിടെയും വീഡിയോ ഷൂട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് ബാർബിക്യൂ മസാല. അതിൻ്റെ മുന്നേ ഫുഡ് ഉണ്ടാക്കാൻ റെഡിയാക്കാണ്. സിമ്പിൾ ഇന്ന് ലൈറ്റായിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാർബിക്യൂ ഒന്ന് റെഡിയാക്കി വെക്കാം. മസാലയൊക്കെ തേച്ച് മാരിനേറ്റൊക്കെ ചെയ്ത് കുറച്ച് നേരം വെക്കണമല്ലോ ഫ്രിഡ്ജിൽ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്ക് കഴിക്കണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കേക്ക് കഴിക്കണം. കേക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷനിൽ പോകണം. അത് എവിടെയാണ് ഞാൻ ലാസ്റ്റ് പറയാം. സൂപ്പർ ജീവനുള്ള അതാണ് നേരത്തെ എന്നോട് ചോദിക്കുന്നുണ്ട്. ജീവനുള്ള പൂവിന് ജീവനുണ്ടാവും. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഗുഡ്, സൂപ്പർ. ചെടിയിലാവുമ്പോ പൂവിന് ജീവനുണ്ട്, ചെടിയിൽ താഴെ വീണാ ജീവനുണ്ടാവും. പിന്നെ എല്ലാം ലിവിങ് തിങ്സ് അല്ലേ? താനെ പഠിച്ചിട്ടില്ലല്ലോ. അമ്മന്റെയും താനിയന്റെയും ചിത്രം കാണിച്ചു കൊടുക്കട്ടെ. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. മീനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മോളി. ഇവിടെ വേറെ ഷൂട്ടിങ്ങും നടക്കുന്നുണ്ട്. പുതിയ കിച്ചൺ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് കിച്ചൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഇതിപ്പോൾ ഫുൾ കച്ചറായതാട്ടോ. ഇന്ന് ബാർബിക്യൂ പരിപാടി ആയതുകൊണ്ട് ഫുൾ. ഹായ് ഗായ്സ്, അപ്പോൾ മസാല ഓൾമോസ്റ്റ് റെഡിയാണ്. ഈ മസാല ഒന്ന് മാരിനേറ്റ് ചെയ്താൽ മതി. ചിക്കനിലേക്ക് ഫുൾ മാരിനേറ്റ് ചെയ്ത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഈ മസാല റെഡിയാണ്. മസാല ഇതിലിട്ടിട്ട് ഫുൾ ആയിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഏറ്റവും വലിയ വീഡിയോ എടുത്തെടുക്കാം. ട്രഡീഷണൽ ചട്ടിയാണ് നമ്മുടെ ട്രഡീഷണൽ ചട്ടിയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ട് മോളി. അപ്പം ഞാനിതാ മസാല തേക്കാൻ പോവാണ്. ഒരു മിനിറ്റ് എന്താ അറിയോ. അപ്പോൾ ഓക്കെ, നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഓക്കെ, മസാല ഇതാ കളർ നല്ല കോറിയാൻഡർ നമ്മൾ മല്ലിയില ഒക്കെ ഇട്ട് റെഡിയാക്കിയതാണ്. ഒന്ന് ചിക്കൻ നമുക്ക് ഒന്ന് ആദ്യം ഫ്ലാറ്റ് ആക്കി ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റ് ചെയ്യട്ടോ. ഓക്കെ, ഞാനൊന്ന് എടുക്കട്ടെ. ഫ്ലാറ്റ് ആക്കുന്നുണ്ട്. എന്നിട്ടാണ് മസാല ഇരട്ടുന്നത് അല്ലേ? ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റ് ആക്കി കൊടുക്കണം. ഭയങ്കരമായിട്ട് ആക്കരുത്, ചെറുതായിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ ഈസി ആയിരിക്കും. ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് വേവൂല. നല്ല സാധനം കേട്ടോ ഫ്ലാറ്റ് ആക്കാൻ അല്ലേ? കനുണ്ട്, ഹെവിയാണ്. ഈ കനലെ സാധനം ഉണ്ടെങ്കിൽ ഇതിന്റെ ഒരു സാധനം കിട്ടും ശരിക്കും ഇങ്ങനെ ഇതാക്കാനല്ലേ. ഇനി ചിക്കനിലേക്ക് ഞാൻ ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് നോക്കി നിങ്ങൾ. അപ്പോൾ ചിക്കൻ മാരിനേഷൻ ഭയങ്കര സിമ്പിളാണ്. അതിൽ അത്യാവശ്യം നല്ലോണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹാഫ് ജിഞ്ചർ, ഇഞ്ചി, പിന്നെ മല്ലിയില ഒരു കെട്ട്, അത്യാവശ്യം നല്ലോണം മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഹാഫാണ് പുതിന ഇല. പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് അത്യാവശ്യം നല്ലോണം മുളക് പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് ഉലുവ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നാരങ്ങനീര്, അത്യാവശ്യം നല്ലോണം നാരങ്ങനീരും തൈരും. ഇത്ര സിമ്പിൾ മാരിനേഷനാണ്. പിന്നെ ലാസ്റ്റിൽ ഓലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഓലിവ് ഓയിൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ റിഫൈൻഡ് ഓയിൽ അതിട്ടിട്ട് നല്ലോണം മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ആ ഒരു മാരിനേഷനാണിത്, നമ്മൾ സാധാരണ സിമ്പിൾ മാരിനേഷൻ. മസാല റെഡി ആയിട്ടുണ്ട്. ഇതാ മസാല ഒക്കെ റെഡിയായി.
ഞാനത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാം. കുറച്ച് നേരം എന്തായാലും വെച്ചാൽ ആ പുളിയൊക്കെ നല്ലോണം പിടിക്കുള്ളൂ. അപ്പോൾ നമുക്കിനി ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ആ മസാലയൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചുട്ടാ മതി. താനിയാ സാനിറ്റൈസറോ? ഭയങ്കര ഡാർക്ക് സോപ്പ് വെള്ളം എന്ന് പറയും. അമ്മനുട്ടാ എന്തായിരുന്നു കളി? അമ്മൻ എന്റെ കിളിക്കൂട് റെഡിയായോ? എവിടുന്ന ഇത്ര എനർജി അമ്മൻ? അവിടെ ഷെമീൻ ഫുൾ പെയിന്റിങ് ചെയ്യണം. കഴിഞ്ഞോ? സംഭവം അടിപൊളി ആയിക്കണേ. പെയിന്റൊക്കെ അടിച്ചപ്പോ ലുക്ക് വന്നിട്ട് പെയിന്റിന്റെ സ്മെല്ല് നല്ല രസം. ഇതൊക്കെ കുഞ്ഞുമോന്റെ ഷെമീന്റെ ക്രേസ് ആണ്, ലവ് ബേർഡ്സ്. ഫുഡ് ഇതാ എല്ലാവരും കഴിക്കാനിരിക്കുകയാണ്. സ്പെഷ്യൽ ട്രഡീഷണൽ ഫുഡാണ്. നമ്മൾ മീൻ പൊരിച്ചതും ഇത് ഉപ്പാൻ്റെ സ്പെഷ്യൽ. പിന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ താളിക്കറി. ആ ഒരാളിതാ ഹെൽമെറ്റ് മറന്നിട്ടുണ്ട്. ഹെൽമെറ്റ് എടുക്കാൻ തിരിച്ചു വന്നിട്ട് എൻ്റെ ഹെൽമെറ്റ് മറന്ന്. ഓക്കെ ബൈ. എന്താ ഇവിടെ? ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് ഷോപ്പിംഗ് ചെയ്യാൻ, ചെറിയൊരു ഷോപ്പിംഗ്. അപ്പോൾ ജാം ചുമ്പി ഇവിടുത്തെ ഫേമസ് മലപ്പുറം ഫേമസ് സൂപ്പർ മാർക്കറ്റാണ്, ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്, പിന്നെ ബാർബിക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ വാങ്ങാണ്ട്. അപ്പോൾ അതിനാണ്ട് ഇപ്പോൾ പോവാണ്. നമുക്ക് ജാം ജൂമിൽ കാണാം. നമ്മളങ്ങനെ ജാം ജൂം എത്തിയിട്ടുണ്ട്. ജാം ജൂം ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. ജാം സൂപ്പർ മാർക്കറ്റ്, അത് ഹൈപ്പർ അല്ല, സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഈ നോസിൽ ഞാൻ കുറേ ആയി തിരയാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് എനിക്ക് ഈ ജാം ജൂമിലാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ സാധാരണ ഫ്ലേവർ മാർട്ട് കോഴിക്കോടിൽ കുറേ ഷോപ്പ് കയറിയിട്ടുണ്ട്, പക്ഷേ ഈ നോസിൽ കിട്ടിയിട്ടില്ലായിരുന്നു. ഇതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. നല്ല ഡിസൈനാണ്, നല്ല ഇഷ്ടപ്പെടുന്ന ഡിസൈനാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ നോസിൽ നമ്മൾ ജാം ജൂമിലാണ് കിട്ടിയത്. പിന്നെ എനിക്ക് ഫ്രൈങ് പാൻ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോൾട്ട കമ്പനി ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ എനിക്കറിയില്ല അത് എങ്ങനെയാണ്. നല്ലതാണ് കേട്ടിട്ടുണ്ട്, നല്ല റിവ്യൂസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഈ കമ്പനി ട്രൈ ചെയ്യണം. ഇതിൻ്റെ മുന്നേ എല്ലാം പ്രസ്റ്റീജ് ആയിരുന്നു.
അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞാൻ നോൾട്ടൻ്റെ ഫ്രൈങ് പാനും പിന്നെ മറ്റേ സോസ് പാനാണോ ചെറിയ ബിരിയാണി പോട്ടാണ് പറയാം, അത് വാങ്ങിയിട്ടുണ്ട്. ഇനി അറിയില്ല, യൂസ് ചെയ്തിട്ട് അറിയുള്ളത് എങ്ങനെയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ആവശ്യങ്ങൾ കാര്യങ്ങൾ ഞാൻ വാങ്ങിച്ചു. നല്ല തിരക്കായിരുന്നു. ബാർബിക്യൂ ജാമിന് നല്ല തിരക്കായിരുന്നു. അത് വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് എത്താനായി. അതായിട്ട് നമ്മൾ ബാർബിക്യൂ പരിപാടി ചെയ്യാൻ. അപ്പോൾ ബാർബിക്യൂ ചെയ്യാൻ നമ്മൾ വേറെ ലൊക്കേഷനാണ്, ഷംസീൻ്റെ വീട്ടിലാണ് പോണത്. അവിടെ നല്ല ലൊക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒരു കാം ആൻഡ് ക്വൈറ്റ് പ്ലേസ് ആയതുകൊണ്ട് അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഷബനൊക്കെ അവിടെ എത്തും. ഞാനും സബീനയും ഉമ്മയും ഉപ്പയും പിന്നെ നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരും അങ്ങോട്ട് പോവാണ്. അപ്പോൾ ചിക്കനൊക്കെ റെഡിയാണ്. ഇനി മയോണൈസ് മാത്രമേ ഉണ്ടാക്കാനുള്ളൂ. ഇനി അതുണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ ലൈവ് ബാർബിക്യൂ കാണിക്കാൻ അല്ലേ? എവിടെ വന്നു? നമ്മൾ റെഡിയാ? ഷെസിൻ എത്തിയോ? വണ്ടി കാക്കിയോ പോയി. ഷെസ് എത്തിയല്ലോ. വേണ്ട, ഉമ്മ എവിടെ? അവിടെ നിൽക്കുക. അത് ഞാൻ അന്നെടുക്കട്ടെ, നീ മാസ്ക് ഇടുമ്പോ ഓടിയില്ലേ? ഇവിടെ ഷബ്ന. കിളിനെ ക്ലാപ്പ് ചെയ്യാം. അപ്പോൾ ബാർബിക്യൂവിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കത്താൻ കുറച്ച് ടൈം എടുക്കും, അത് കഴിഞ്ഞാൽ പെട്ടെന്നാവും. അപ്പോൾ കുറേ നേരമായിട്ട് കേക്ക് കട്ട് ചെയ്യണം, ഫുഡ് കഴിച്ചിട്ട് കട്ട് ചെയ്യണം വിചാരിച്ചു. പക്ഷേ പിന്നെ അത് ലേറ്റായി. പിന്നെ നമുക്ക് ഇനി ഇവിടെ വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ കട്ട് ചെയ്യാണ്. അപ്പോൾ ആർക്കെങ്കിലും ഹോം മെയ്ഡ് കേക്ക്സ് താല്പര്യം ഉണ്ടെങ്കിൽ ബേക്ക് അബൌട്ട് പറഞ്ഞ ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. പക്ഷേ ഡെലിവറി കാലിക്കറ്റ് മാത്രമേ ഉള്ളൂ. ഷബ്നാസ്ക്ക് കേക്കാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെ
അങ്ങനെ കേക്ക് കട്ട് ചെയ്തു, കഴിച്ച് കഴിഞ്ഞു. ഒരു മധുരം എപ്പോഴും കിട്ടിയാൽ എപ്പോഴും രസമാണ്. ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ മയോണൈസ് റെഡിയായി, ചിക്കൻ റെഡിയായി. പിന്നെ ഇപ്പം എല്ലാവരും കഴിക്കാൻ പോവാണ്. ചിക്കനൊക്കെ കഴിക്കാം കേട്ടോ, ടേസ്റ്റ് ഉണ്ടോ പറയാം. താനിയ ചിക്കൻ ടേസ്റ്റ് ഉണ്ടോ? ആ ടേസ്റ്റ് ഉണ്ടോ ചിക്കൻ? ചിക്കൻ ഇതാ ഇവിടെ റെഡിയാണ്. മയോണൈസ് വേണ്ടേ? ചിക്കൻ ഒരു ട്രിപ്പ് കഴിഞ്ഞോ? റെഡി ആയി കഴിഞ്ഞോ? പൈനാപ്പിൾ, ക്യാപ്സിക്കം. Pineapple and it's going to be grilled capsicum and pineapple. പൈനാപ്പിൾ ഏറ്റവും ടേസ്റ്റ് അല്ല നിങ്ങൾ ചെയ്ത പക്ഷേ pineapple ഇങ്ങനെയല്ല ഉണ്ടാക്കുക. Actually pineapple has to be made with cinnamon powder and honey. That's going to be really nice. കരോക്കെ എപ്പോഴാണ് ശേഷം? കരോക്കെ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് പാട്ട് കഴിഞ്ഞിട്ടാണ് പാട്ട്. Yes, exactly. അതാ കത്ത്. കത്തി കത്തി എങ്ങനെയുണ്ട് സൈനോ താനിയ? ഷെസൈനോ ഷേസ എങ്ങനെയുണ്ട് ചിക്കൻ? പിന്നെ മയോണൈസ് എങ്ങനെയുണ്ട്? 2 ടൈപ്പ് മയോണൈസ് ഉണ്ട്. കഴിക്കണ്ടേ? ഇതെന്താ ഇന്ന് കരിഞ്ഞു പോയോ ശേഷ്? പുറത്ത് കുറച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്തോ? കുല്ലു കുല്ലു തമാം. ഇറ്റ്സ് വെരി നൈസ്. ആ കുല്ലു തമാം. അപ്പോൾ അങ്ങനെ ചിക്കൻ റെഡി. ചിക്കൻ നല്ല മോയ്സ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. നമ്മൾ ഇടയ്ക്കൊക്കെ ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ വൈറ്റ് സോസും പിന്നെ സ്വീറ്റ് ചില്ലി മയോണൈസും. അപ്പോൾ ഉപ്പ നേരത്തെ ഫുഡ് കഴിച്ച് കിടന്നു. ഉപ്പ ഇത്ര ലേറ്റായിട്ട് ഇരിക്കാറില്ല. നമ്മൾ നല്ല ലേറ്റായിട്ടാണ് പരിപാടിക്ക് തുടങ്ങി. ലേറ്റായിട്ട് കുറേ നേരം സംസാരിച്ചു. അന്നത്തെ ദിവസം ശരിക്കും പൊളിച്ചു, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പിന്നെ വീണ്ടും വേറെ വ്ളോഗുമായിട്ട് വരും. അപ്പോൾ അതുവരെ യു ഗൈസ് ടേക്ക് കെയർ ആൻഡ് ബൈ.